പിന്നെ ആശുപത്രിയിലേക്ക് കടന്നു പറഞ്ഞോളൂ. ഇതൊരു 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഇത് ബഹളം കേട്ടോണ്ടാണ് നമ്മൾ ഇത് വന്ന് നോക്കുന്നത്. ഇതെല്ലാം പെട്ടെന്നായിരുന്നു. ഇപ്പോ എന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വീട്. പയ്യൻ അവിടുന്ന് ഇറങ്ങി ഓടി വന്ന് എന്റെ മതിലിന്റെ സൈഡിലാണ് വന്ന് വീണത്. അപ്പോഴത്തേക്കും ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തു. കുറച്ച് ആൾക്കാരൊക്കെ വന്നിരുന്നു. ഒരു ആട്ടോ വന്ന കൂട്ട് ആട്ടോ തടഞ്ഞു നിർത്തി ആൾക്കാരെ പയ്യനെ കൊണ്ടുപോയി. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് പയ്യൻ മരണപ്പെട്ടു. അവരുടെ അച്ഛനും കുട്ടികൾക്കുണ്ടായിരുന്നു. ബാക്കി റീസൺ ഒന്നും നമുക്കറിയത്തില്ല. കൂടി കുന്നോകേഷൻ തമ്മിലുള്ള അറിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ കുത്തി മരിച്ചു. അങ്ങനെ ഒരു കാറിൽ 3 പേര് വന്നെന്നാണ് അറിഞ്ഞത്. അതിൽ ഒരാൾ ഇറങ്ങി കുത്തി, വീട്ടിൽ കയറി കുത്തി, അച്ഛനെയും കുത്തി. അങ്ങനെ കുത്തുകൊണ്ട വിദ്യാർത്ഥി റോഡിൽ ഇറങ്ങി, റോഡിൽ ഇച്ചിരി നടന്ന് മരിച്ച് അങ്ങനെ അവിടെ വീണ് പടഞ്ഞ് തൊട്ടടുത്തുള്ള പോലീസിലും ആംബുലൻസിലും അറിയിച്ചു. അങ്ങനെ അവർ വന്ന് കൊണ്ടുപോയി. അങ്ങനെ അപ്പോൾ മരിച്ചെന്നാണ് അറിഞ്ഞത്. അച്ഛന് റിക്കവർ ആയിട്ടുണ്ട് എന്നാണ് അറിവ്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കുത്തേന് തേജസ് രാജ് ചവറ സ്വദേശിയാണെന്ന് പറയുന്നത്. കുത്തിയാള് ചെമ്മാമുക്കില് മനോരമയുടെ ഓഫീസിന്റെ കീഴിലുള്ള റെയിൽ ക്രോസിൽ തലവെച്ച് ആത്മഹത്യ ചെയ്തെന്നാണ് അറിവ്. പോകത്തെയാണ്. ഫാത്തിമ കോളേജിൽ പഠിക്കുകയാണ്. ഫാത്തിമ കോളേജിൽ പഠിക്കുന്നതാണ്. ഏതിനാണെന്ന് അറിഞ്ഞത്. 22 വയസ്സ് പ്രായമുണ്ട്. ഇങ്ങനെ ഒന്നും പോകുന്ന ആളല്ലെന്നാണ് അറിവ്. കാറിലാണ് വന്നത്. ഒരു കരുനാപ്പള്ളി 23 വണ്ടി ചുവന്ന ഇല്ല, അറിഞ്ഞുകൂടാ. അതിനെ പറ്റി തിരക്ക് ഇവിടെ നിന്നുള്ള അറിവാണ്. ഞാൻ തൊട്ടടുത്ത മുക്കിലാണ് താമസം. അച്ഛനും കുട്ടിയിട്ട് എല്ലാവരും സാധാരണ ഉള്ളതാണ്. നേരത്തെ പരിചയമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളെല്ലാം ഉണ്ടോ? അച്ഛൻ്റെ എവിടെ പോണേ? അത് അറിയത്തില്ല, വ്യക്തമായിട്ടില്ല. ഇന്ധനം കൊണ്ടുവന്നതുകൊണ്ട് അല്ല, അതൊന്നും ആയിട്ടില്ല. ജസ്റ്റ് ഇപ്പൊ നടന്നിട്ടില്ലേ ഉള്ളൂ. 1 മണിക്കൂറല്ലേ ആയുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ വെളിവാവുള്ളൂ. ആ പുറകെ അറിയിക്കും. കാരണം ഈ പർദ്ദയിട്ടുകൊണ്ടാണ് വന്നത്. ഷാളൊക്കെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ കടന്നിട്ടില്ല. ഇപ്പൊ ജസ്റ്റ് സംഭവിച്ചിട്ടില്ലേ ഉള്ളൂ.